വേറാസ് പഠിച്ചു കഴിഞ്ഞു. നമുക്കിനി പഠിക്കാനുള്ള വേർഡ് ഡ്യൂ ടു ആണ്. ഡ്യൂ ടു മീൻസ് ഇന്ന കാരണത്താൽ ഡ്യൂ ടു അല്ലേ, ഡ്യൂ ടു, ബിക്കോസ് ഓഫ് അല്ലെങ്കിൽ കോസ്റ്റ് ബൈ, ഒരു കോസ് പറയാൻ വേണ്ടി, ഒരു കാരണം പറയാൻ വേണ്ടി ഡ്യൂ ടു നമ്മൾ യൂസ് ചെയ്യുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ നിത്യസംഭാഷണത്തിൽ ഓൾറെഡി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. വേറാസ് ആൻഡ് ഡ്യൂ ടു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഡ്യൂ ടു എന്ന് പറഞ്ഞാൽ ഇന്ന കാരണത്താൽ ആണെന്നല്ലോ, കാരണത്താൽ എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഉദാഹരണങ്ങൾ നോക്കിയേ. ദ ഫ്ലൈറ്റ് വാസ് ഡിലേഡ് ഡ്യൂ ടു റെയിൻ. മഴ കാരണം ഫ്ലൈറ്റ് വൈകി. എങ്ങനെയാണ് ഫ്ലൈറ്റ് വൈകിയത്? ഡ്യൂ ടു റെയിൻ, മഴ കാരണത്താൽ. അടുത്ത ഉദാഹരണം, ഹിസ് ടയേർഡ്, അവൻ ക്ഷീണിതനാണ്. ഹിസ് ടയേർഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് സ്ലീപ്പ്, ഉറക്കക്കുറവ് കാരണം അവൻ ക്ഷീണിതനാണ്. അപ്പോൾ ഇന്ന കാരണത്താൽ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഈ പറയുന്ന ഡ്യൂ ടു എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെയുള്ള ലിങ്കേഴ്സ് എന്ന് പറയുന്നത് അറൗണ്ട് 100-120ഓളം ലിങ്കേഴ്സാണ് നമ്മൾ സംസാരം ഫ്ലുവൻ്റ് ആക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സെൻറ്റൻസുകളെ മനോഹരമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി സാധാരണ നിത്യസംഭാഷണത്തിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പറഞ്ഞ ഡ്യൂ ടു വെച്ചുകൊണ്ടുള്ള പ്രാക്ടീസ് സെൻറ്റൻസുകൾ നോക്കാം. ഡ്യൂ ടു, ബഹളം കാരണം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. I couldn't sleep due to noise. മാലിന്യം കാരണം മുറിയിൽ ദുർഗന്ധം വമിക്കുന്നു. The room smells bad due to garbage. വ്യക്തിപരമായ കാരണങ്ങൾ കാരണം അവൾ ഇന്ന് വന്നില്ല. She is absent today due to personal reasons. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന കാരണം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. The road is blocked due to repair work. പണിമുടക്ക് കാരണം കട അടച്ചിട്ടിരിക്കുന്നു. The shop is closed due to a strike.